പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ നല്ല സന്ധ്യയ്ക്കായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രങ്ങൾ കരയറ്റുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് അനുവദിച്ച ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കർമ്മൽ മിനിസ്ട്രീസിന്റെ ഈ ഫേസ്ബുക്ക് ലൈവിൽ ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് അനുവദിച്ച ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ അനുഗ്രഹീത സന്ധ്യയിൽ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കാർമൽ മിനിസ്ട്രീസിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് കർത്താവിന് നന്ദി കരയറ്റുന്നു. അതിന് ധന്യകരമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ കാർമൽ മിനിസ്ട്രീസിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എളിയവരുടെ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു സന്ധ്യയിൽ കൂടെ നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനവുമായി നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് നൽകി തന്ന ഈ സുവർണ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവിന്റെ പരിപാലനം കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമുക്ക് അനുഭവിച്ചറിയുവാനിടയാക്കി. പ്രതിസന്ധികളുടെ പ്രതികൂലങ്ങളുടെ ഒക്കെ നടുവിൽ ദൈവത്തിന്റെ കൃപയും അവന്റെ സ്നേഹവും അനുഭവിപ്പാൻ ദൈവം നമുക്ക് പ്രാപ്തി തന്നു. ദൈവം എത്ര നല്ലവനായി നമ്മോട് കൂടെ ഇരുന്നു. ദൈവം എത്ര അനുഗ്രഹീതമായ വഴികൾ നമുക്ക് തുറന്നു തന്നു. ശ്രേഷ്ഠമായ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തി. സംഭവിക്കാവുന്ന സകലവിധ അനർത്ഥങ്ങളിൽ ദൈവം നമ്മെ വിടുവിച്ചു. ദൈവത്തിന്റെ കൃപയുടെ ഭദ്രമായ ചിറകിനടിയിൽ നാം സുരക്ഷിതരായിരുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഓർക്കുവാനും സന്തോഷിപ്പാനും വളരെ കാര്യങ്ങൾ ഉള്ളതാകുന്നു. ഈ സന്ധ്യയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. യൂദായുടെ ലേഖനത്തെക്കുറിച്ച് വളരെ അനുഗ്രഹീതമായ ചിന്തകൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കും അളവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നാം വസിക്കുന്ന ഈ തലമുറയോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലേഖന പശ്ചാത്തലമാണ് യൂദായുടെ ലേഖനം. യൂദായുടെ ലേഖനത്തിൽ വളരെ മനോഹരമായ ദൈവപ്രത്യക്ഷതയുടെ മനോഹരമായ ചിത്രം നമുക്ക് കാണുവാൻ കഴിയും. ലോക ചരിത്രത്തെ ഒറ്റ പേജിൽ യൂദാ അപ്പോസ്തലൻ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. രക്ഷയുടെ പദ്ധതിയെ, ദൈവകൃപയുടെ വ്യവസ്ഥയെ, ലോക ചരിത്രം സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകം സൃഷ്ടിക്കപ്പെട്ട സമയം മുതൽ നിത്യത കൈവരിക്കും അളവ് വരെ ഉള്ള ചരിത്ര സംഭവങ്ങളെ രക്ഷയോടുള്ള ബന്ധത്തിൽ യൂദാ അപ്പോസ്തലൻ ബന്ധിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവിക ന്യായവിധിയുടെ കഠോരതയും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ദൈവത്തിൽ വിശ്വസിക്കാതെ തങ്ങൾ ആശ്രയിക്കുന്ന തങ്ങളുടെ സ്വന്തം കൈവേലകളിൽ പ്രശംസിച്ച് മുന്നോട്ട് പോകുന്ന ചരിത്രത്തെ യൂദാ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന് മാറ്റം വരികയില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതുകൾക്ക് മാറ്റം വരികയില്ലല്ലോ. അത് യഥാസ്ഥിതമായ ദൂതുകളാണ്. വരുന്ന ചില ആഴ്ചകൾ നാം ഒരുമിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. യൂദായുടെ ലേഖനം അപ്പോസ്തലനായ യൂദാ അല്ലെങ്കിൽ കർത്താവിന്റെ സഹോദരനായ യൂദാ പ്രത്യേക വിഭാഗത്തിന് വേണ്ടി, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്. അന്ത്യകാലത്ത് ദൈവസഭയുടെ അകത്ത് പ്രവേശനം ചെയ്യുന്ന ദുരുപദേശങ്ങളെയും ദുരുപദേശവാഹകരെയും അവരുടെ സ്വഭാവത്തെയും വളരെ വ്യക്തമായി യൂദാ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന്
പകൽ നാം ഒരുമിച്ച്, ഈ സന്ധ്യയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്ന വേദഭാഗങ്ങൾ ക്രിസ്തു ഭക്തനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ അവന്റെ സ്ഥാനം എന്താണ് എന്നാണ്. ദ പൊസിഷൻ ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ. ദ പൊസിഷൻ ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ. ക്രിസ്തു വിശ്വാസിയുടെ പൊസിഷൻ, അവന്റെ സ്ഥാനം, അവന്റെ പദവി എന്താണ് എന്നാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത്. ഓരോ ദിവസങ്ങളിലെയും ചിന്തകൾ ഈ ലേഖനത്തിൽ യൂദാ അപ്പോസ്തലൻ നൽകുന്ന മുന്നറിയിപ്പുകളും സദുപദേശങ്ങളുമായിരിക്കും. ഈ സന്ധ്യയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ വില എത്രത്തോളം, നാം ആരായിരിക്കുന്നു, നമ്മുടെ പൊസിഷൻ എന്താണ്, നമ്മുടെ പദവി എന്താണ്, നാം ഏത് പദവിയിൽ നിൽക്കുന്നു. നമുക്ക് ക്രിസ്തു വിശ്വാസി എന്നൊരു പദവി ഉണ്ടെങ്കിൽ ആ പദവിയുടെ അടിസ്ഥാനം എന്താണ് എന്നാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആകയാൽ യൂദായുടെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ക്രിസ്തു വിശ്വാസിയുടെ അവന്റെ പൊസിഷനെ കുറിച്ച് സംസാരിച്ചാണ് യൂദാ ലേഖനം ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ പേജുള്ള അല്ലെങ്കിൽ 25 വാക്യങ്ങൾ ഉള്ള ഈ പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ അധ്യായം, അത് ലോക ചരിത്രം, ലോകത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് മുതൽ ആ ചരിത്രം അവസാനിച്ച് നിത്യത തുടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെ സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുകയാണ്. അതിലത് വിവരിക്കുന്നത് ആരോടാണ്? വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് ക്രിസ്തു ഭക്തന്മാരോടാണ് അത് വിവരിക്കുന്നത്. ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം സംഭവിപ്പാനിരിക്കുന്നതിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടതിന് ഒരു ക്രിസ്തു ഭക്തൻ എങ്ങനെ സമയം ചിലവഴിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണിവ. അവയിൽ ആരംഭിക്കുന്നത് ക്രിസ്തു ഭക്തന്റെ പൊസിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ദ പൊസിഷൻ ഓഫ് എ ക്രിസ്ത്യൻ ബിലീവർ. ഒരു ക്രിസ്തു ഭക്തന്റെ പദവി എന്താണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അവിടെ അവന്റെ പദവിയുടെ 3 പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു. ആ 3 പ്രത്യേകതകളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ യൂദായുടെ ലേഖനം 25 വാക്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ 25 വാക്യങ്ങളിലൂടെ 3കളുടെ പെരുക്കം നമുക്ക് കാണാൻ കഴിയും. പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് 3 വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. 3കളുടെ ഒരു പ്രത്യേക ക്രമം ഈ യൂദായുടെ പുസ്തകത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം ഈ യൂദായുടെ പുസ്തകം ഇങ്ങനെ സസൂക്ഷ്മം പരിശോധന ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് 3കളുടെ ഒരു ത്രയം പല സന്ദർഭങ്ങളിലായി 3കൾ ആയി കാര്യങ്ങൾ തിരിച്ച് യൂദാ പറഞ്ഞിട്ടുണ്ട്. ഈ യൂദാ, ഞാൻ പറഞ്ഞു, കർത്താവിന്റെ സഹോദരനാണ്. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു, നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരും സഹോദരിമാരെയും കുറിച്ച് നമ്മൾ വായിക്കുന്നു. യോസേ, മറിയ, യൂദ, യാക്കോബ് എന്നിവരുടെ സഹോദരൻ അല്ലയോ ഇവൻ എന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിൽ യാക്കോബ് അപ്പോസ്തോലൻ അപ്പോസ്തോലിക ശുശ്രൂഷ നിർവഹിച്ച് യെരുശലേം സഭയുടെ പാസ്റ്ററായി അല്ലെങ്കിൽ ശുശ്രൂഷകനായി ഇരിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരനാണ് യാക്കോബ്. യാക്കോബിന്റെ സഹോദരനാണ് യൂദ. ഈ യൂദ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരനാണ്. പക്ഷേ തന്റെ ആ പൊസിഷൻ, ഒരു ക്രിസ്തു ഭക്തന്റെ, വിശ്വാസിയുടെ പൊസിഷൻ എന്താണെന്ന് താൻ തന്നെ തന്റെ പദപ്രയോഗങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. തനിക്ക് നേരിട്ട് പറയാം, യേശു ക്രിസ്തുവിന്റെ സഹോദരനായ യൂദ എന്ന് പറയുന്നതിൽ തെറ്റില്ല.
ഇന്നത്തെ നമ്മളെങ്ങാനുമാണെങ്കിൽ അതൊക്കെ പണ്ടേ എഴുതി വെച്ചേനെ. എന്നാൽ യൂദയുടെ നേച്ചർ കണ്ടോ, അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ടോ, അദ്ദേഹത്തിന്റെ പ്രത്യേകത കണ്ടോ, അദ്ദേഹത്തിന്റെ ആ എളിമ കണ്ടോ, അദ്ദേഹത്തിന്റെ ആ ദാസരൂപം കണ്ടോ? താൻ പറയുകയാണ്, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. നോക്ക, യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനും സ്റ്റെപ്പ് ബ്രദറാണ്. നേരെ വേണമെങ്കിൽ പറയാം, എന്റെ സഹോദരനായ, എന്റെ ചാർച്ചക്കാരനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, തന്നെ കുറിച്ച് തന്നെ പറയാം. എന്നാൽ അതൊന്നും ചെയ്യാതെ താൻ പറയുന്നത്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. യേശു ക്രിസ്തുവിന്റെ ദാസനാണ്, എന്നിട്ട് യാക്കോബിന്റെ സഹോദരനാണ്. ആ യാക്കോബ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആദ്യത്തെ സുന്നഹദോസിന്റെ അധ്യക്ഷനായിരുന്നു. സഭയുടെ ആദ്യത്തെ യെരുശലേമിൽ വെച്ച് നടന്ന സുന്നഹദോസിന്റെ കൗൺസിലിന്റെ പരമാധ്യക്ഷനായിരുന്നു യാക്കോബ് എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, തനിക്ക് നേരിട്ട് ബന്ധമുണ്ടായിട്ടും താൻ ആ ബന്ധം പറയാതെ താൻ പറയുകയാണ്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസനാണ്. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എഴുതുന്നത്. ആർക്കാണ് എഴുതുന്നത് എന്ന ചോദ്യം വരുമ്പോഴാണ് ക്രിസ്തു ഭക്തന്റെ പൊസിഷൻ വെളിപ്പെട്ടു വരുന്നത്. ഈ ലേഖനം ആർക്കു വേണ്ടി എഴുതുന്നു എന്ന ചോദ്യം ഉന്നയിക്കപ്പെടുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയുടെ പദവി വെളിപ്പെട്ടു വരികയാണ്. ആ പദവിയിലൂടെയാണ് അവൻ അറിയപ്പെടുന്നത്. ആ പദവി എന്താണെന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങൾ, ആ 3 പദങ്ങൾ വിശകലനം ചെയ്യുവാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. പക്ഷേ യൂദായുടെ ഒരു പ്രത്യേകത, ഇങ്ങനെ 3 കാര്യങ്ങൾ അടുപ്പിച്ചു പറയുക എന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. നോക്കിയാട്ടെ, ഈ 25 വാക്യങ്ങളുള്ള ഈ ലേഖനത്തിൽ 3 കാര്യങ്ങൾ വെച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ മനോഹരമായ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ക്രമാനുഗതമായ വർധനവ് നമുക്ക് കാണാൻ കഴിയും. അവ ഏതൊക്കെയാണ്? 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിളിക്കപ്പെട്ടവർ, സൂക്ഷിക്കപ്പെടുന്നവർ, സ്നേഹിക്കപ്പെടുന്നവർ. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് വർദ്ധിച്ചു വരേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. അവിടെ പറയുന്നത് കരുണ, സ്നേഹം, സമാധാനം, മേഴ്സി, ലവ് ആൻഡ് പീസ്. പിന്നെ നാം എപ്പോഴും കൊടുക്കേണ്ടുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടെയും 3 കാര്യങ്ങൾ താൻ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ 3 കാലങ്ങളെ കുറിച്ച് പറയുന്നു. സർവകാലത്തിന് മുൻപേ, ബിഫോർ ഓൾ ടൈംസ്, ഓൾ ടൈം, ബിഫോർ ഓൾ ടൈം, സർവകാലത്തിന് മുൻപേ. നൗ, ഇപ്പോൾ, 25-ാം വാക്യത്തിലാണ്. അത് കഴിഞ്ഞ് പറയുക സദാകാലത്തേക്കും, ഫോർ എവർ. 3 കാലങ്ങളെ കുറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്നു. നമുക്ക് വർദ്ധിച്ചു വരേണ്ടുന്ന 3 അനുഭവങ്ങളെ കുറിച്ച്, 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പിന്നെയും വരുമ്പോൾ 4-ാമതായി നാം കാണുന്ന 3 എന്ന് പറയുന്നത് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളില്ല. ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് താൻ പറയുമ്പോൾ, ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് താൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് 3 തരത്തിൽ നടന്ന ന്യായവിധികളെ കുറിച്ച് പറയുന്നു. Those who didn't believe, വിശ്വസിക്കാത്തവരെ ദൈവം ശിക്ഷിച്ചു. ദൈവത്തിന്റെ ന്യായവിധിയിൽ വിശ്വസിക്കാത്തവരെ ദൈവം ശിക്ഷിച്ചു. ആരാണ് വിശ്വസിക്കാത്തവർ? 4-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മിസ്രയീമിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്
മൂന്ന് വിഭാഗങ്ങൾക്ക് വന്നതിനെ കുറിച്ച് ഒരു മൂന്നിന്റെ കണക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മിസ്രയീമിൽ നിന്ന് ദൈവം രക്ഷിച്ചവർ ദൈവത്തിൽ വിശ്വസിക്കായ നിമിത്തം അവരെ ദൈവം ശിക്ഷിച്ചു. രണ്ട്, the fallen angels, വാഴ്ച കാത്തുകൊള്ളാതെ തങ്ങളുടെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ദൈവം ന്യായവിധിക്കായി ഏൽപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്തത്, സോദോം ഗൊമോറ, പുരാതന നഗരങ്ങളെ ദൈവം ഭസ്മീകരിച്ചു മൂലനാശം വരുത്തി മേലാൽ ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. കണ്ടോ? ഒന്ന്, ക്രിസ്തുഭക്തന്റെ പൊസിഷനെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ക്രിസ്തുഭക്തൻ വർദ്ധിച്ചു വരേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുഭക്തന്റെ ജീവിത രീതിയിൽ അവൻ എപ്പോഴും ഓർക്കേണ്ടത് അവനെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ച ഇസ്രായേലിന്റെ ചരിത്രം, വീണുപോയ ദൂതന്മാരെ കുറിച്ചുള്ള ചരിത്രം, അവരുടെ മേൽ വന്ന ന്യായവിധി, വരുവാൻ പോകുന്ന ന്യായവിധി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത്, സൊദോം ഗൊമോറയുടെ മേൽ വന്ന് നടന്ന ന്യായവിധി എന്നിങ്ങനെ ന്യായവിധികളുടെ മൂന്ന് തലങ്ങളെ പരിശുദ്ധാത്മാവോടെ ഓർമ്മിപ്പിക്കുകയാണ്. സ്പീക്സ് ഓഫ് ദ ഫാൾസ് ടീച്ചിങ്, ദുരുപദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായ മൂന്ന് വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നാമത് കായീൻ, രണ്ടാമത് ബലയാം, മൂന്നാമത് കോരഹ്. ദുരുപദേശം ദൈവസഭയുടെ അകത്തേക്ക് നുഴഞ്ഞു കയറി വരുമ്പോൾ അതിന്റെ സ്വഭാവത്തെ ചിത്രീകരിക്കുകയാണ് മൂന്ന് വ്യക്തികളിലൂടെ. പഴയ നിയമത്തിൽ 3 ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നിട്ട് ആ 3 ദൃഷ്ടാന്തങ്ങളിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് മൂന്നുകളുടെ, ത്രയങ്ങളുടെ ഒരു വിക്രയമാണ് യൂദായുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പല പ്രാവശ്യങ്ങളിലായി ഈ മൂന്നുകൾ ആരംഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുക, നേച്ചർ ഓഫ് ദ സ്മോക്കേഴ്സ് ഓർ ദ സ്കോഫേഴ്സ്. ഈ മോക്കറി കാണിക്കുന്നവരുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ അകത്ത് പരിഹാസികളായിട്ടുള്ളവരുടെ, സ്കോഫേഴ്സിന്റെ, മോക്കേഴ്സിന്റെ ഒക്കെ നേച്ചറിനെ കുറിച്ച് പറയുകയാണ്. അവരുടെ നേച്ചർ 3 തരത്തിലാണ്. അവർ ഒന്ന് ഭിന്നത ഉണ്ടാക്കുന്നവരാണ്, വൺ ഹൂ കേസ് ഡിവിഷൻസ്. രണ്ടാമത് പ്രാകൃതന്മാരാണ്, വേൾഡ്ലി മൈൻഡേഴ്സ്. മൂന്നാമത് ഡിവോയിഡ് ഓഫ് ദ സ്പിരിറ്റ്. ഡിവോയിഡ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ആത്മാവില്ലാത്തവർ. അവർ 3 തരത്തിൽ അവരെ കുറിച്ച് പറയുന്നു. വിശ്വാസികളുടെ 3 പ്രകൃതിയെ കുറിച്ച് പറയുന്നു. ബിൽഡിംഗ് അപ്പ് യുവർസെൽവ്സ്, ബിൽഡിംഗ് യുവർസെൽവ്സ് അപ്പോൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. അടുത്ത് പറയുക, പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. മൂന്നാമത്തത്, വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ എറ്റേണൽ ലൈഫ്. നിത്യജീവന് വേണ്ടി ദൈവത്തിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്തീയ ഭക്തന്മാർ അനുദിന ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, സംശയിക്കുന്നവരോട് കരുണ ചെയ്യുവിൻ. ഹാവ് മേഴ്സി ഓൺ ദോസ് ഹു വേവർ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പീൻ. സേവ് ദ അതേഴ്സ് ബൈ സ്നാച്ചിങ് ദം ഔട്ട് ഓഫ് ഫയർ. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. മൂന്നാമത്തത്, ദൈവഭയത്തോടെ കരുണ കാണിപ്പീൻ. അവസാനത്തെ 9 പ്രാവശ്യം മൂന്നുകൾ നമുക്ക് കാണാൻ കഴിയും. മൂന്നുകളുടെ ആ വിസ്മയകരമായ പ്രകൃതി 9 പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 3ന്റെ ഒരു പെരുക്കമാണല്ലോ 9. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് ആ കാര്യം അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. 9ാമത്തേത്, keep you from stumbling or falling. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. Case you to stand
റിജോയ്സിങ്. ആനന്ദത്തോടെ നമ്മെ നിർത്തുവാൻ കഴിയുന്ന ദൈവം. Case you to stand without blemish. കളങ്കമില്ലാത്ത നമ്മെ നിർത്തുവാൻ കഴിയുന്ന ദൈവം. അങ്ങനെ ലേഖനം അവസാനിപ്പിക്കുകയാണ്. വിസ്മയകരമായ മൂന്നുകളുടെ ഒരു ശൃംഖല ശ്രോണിയാണ് യൂദായുടെ ലേഖനം. അതിൽ ആദ്യത്തെ മൂന്നാണ് ഈ സന്ധിയിൽ നാം ഒരുമിച്ച് ഏതാനും ചില നിമിഷങ്ങൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. ആ വാക്യം ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്: യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നാം ചിന്തിക്കുന്നത് ദ പൊസിഷൻ ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ പൊസിഷൻ എന്താണ്? അവന്റെ പദവി എന്താണ്? അവന്റെ പദവിയെ വിവരിപ്പാൻ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് പദപ്രയോഗങ്ങൾ. അവന്റെ പദവിയെ ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് പദപ്രയോഗങ്ങൾ. ഒന്നാമത്തെ പദപ്രയോഗം കോൾഡ് ബൈ ഗാഡ്, ദൈവത്താൽ അവൻ വിളിക്കപ്പെട്ടവനാണ്. രണ്ടാമത്തെ പദപ്രയോഗം ദൈവത്താൽ അവൻ സ്നേഹിക്കപ്പെടുന്നവനാണ്, ലവ്ഡ് ബൈ ഗാഡ്, ദൈവത്താൽ അവൻ സ്നേഹിക്കപ്പെടുന്നു. മൂന്നാമത്തത് യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നു. മൂന്ന് പ്രത്യേക പദങ്ങളിലൂടെ നമ്മുടെ പദവിയെ വെളിപ്പെടുത്തുകയാണ്. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്, നാം ക്രിസ്തേശുവിനായി സൂക്ഷിക്കപ്പെടുന്നവരാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ മുതൽ നിങ്ങളെക്കുറിച്ച് തിരുവെഴുത്ത് പറയുക, അതിനു മുൻപേ ദൈവം നിങ്ങളെ സ്നേഹിച്ചിട്ട് ദിവ്യവിളിയാൽ അവൻ നിങ്ങളെ വിളിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവകൃപയുടെ മർമ്മം നിങ്ങളിലേക്ക് പകർന്നു തന്നിട്ട് ക്രിസ്തേശുവിനാൽ നിങ്ങൾ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര ശ്രേഷ്ഠകരമായ പദവിയാണിത്! സ്നേഹിച്ച്, വിളിച്ച്, സൂക്ഷിച്ച്, തനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക എന്നതാണ് നമുക്കുള്ള ഔദ്യോഗികമായ മേത്തരമായ പദവി എന്നത്. ഇതെത്ര ശ്രേഷ്ഠകരമായിരിക്കുന്നു! എന്താണ് ഈ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? ദൈവത്താൽ, കോൾഡ് ബൈ ഗോഡ് എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രയോഗം എവിടെ നിന്നാണ് ആരംഭിച്ചത്? പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് ആരംഭിച്ചൊരു പ്രയോഗമാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടു എന്ന പ്രയോഗം. അത് ഏറ്റവും കൂടുതൽ ദൈവത്താൽ വിളിച്ചു എന്ന പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജനമായ പഴയ നിയമത്തിലെ ജനത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പരാമർശങ്ങളിലാണ് ഇസ്രയേലിനെ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത് പ്രവാചകനായ യെശയ്യാവാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന 12 ഗോത്രങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. വിളിച്ചു വേർതിരിപ്പാൻ തക്കവണ്ണം പഴയ നിയമത്തിനൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ ഉടമ്പടിയിൽ അധിഷ്ഠിതമായൊരു വ്യവസ്ഥയായിരുന്നു. സീനായി അടിവാരത്തിൽ വെച്ച്, സീനായി മലയിൽ വെച്ച് ദൈവം തന്റെ ജനമായ ഇസ്രയേലുമായി ചെയ്ത ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രയേൽ ദൈവത്തിന്റെ പ്രത്യേക ജനമായി മാറ്റപ്പെടുന്നത്. അന്ന് മുതൽ ഇസ്രായേൽ എന്ന് പറയുന്ന പരിഷയെ ദൈവം അറിയുന്നത് അവന്റെ ജനം എന്ന ഔദ്യോഗിക പദവിയിലാണ്. എവിടെ വെച്ചാണ് അത് ആരംഭിക്കുന്നത്? സീനായി മലയിൽ വെച്ച്. മോശ മുഖാന്തരം ഉടമ്പടി ഉറപ്പാക്കി, മോശ ദൂതന്മാർ മുഖാന്തരം എന്ന ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങൾ സവിസ്തരം വിവരിച്ചിരിക്കുന്നു. ദൂതന്മാരുടെ കയ്യിൽ നിന്നാണ് മോശയുടെ കയ്യിലേക്ക് ന്യായപ്രമാണം, അഗ്നിമയമായ ന്യായപ്രമാണം ലഭിച്ചതെന്നും
അത് മോശ പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം പുസ്തകത്തിന്മേലും ജനത്തിന്മേലും തളിച്ച് നിയമരക്തം എന്ന് പറഞ്ഞ് ഇസ്രയേലുമായി ഒരു ഉഭയസമ്മതത്തിൽ ദൈവം ഇടപെട്ടു. ദൈവവും ഇസ്രയേലും തമ്മിൽ ഒരു ബന്ധത്തിലെത്തിച്ചേർന്നു. ആ ബന്ധം എന്ന് പറയുന്നത്, ആ ബന്ധത്തിലേക്ക് വന്നതോടുകൂടി അവരെ അറിയപ്പെടുന്നത് ഇസ്രയേൽ ദൈവത്തിന്റെ ജനമെന്നാണ്. അപ്പോൾ പ്രവാചകനായി യെശയ്യാവ് പ്രവചിക്കുന്ന സന്ദർഭങ്ങളിൽ ആ കാലഘട്ടം എന്ന് പറയുന്നത് സിനായിൽ ലഭിച്ച ഉടമ്പടിയെ, ഉഭയസമ്മതത്തെ കാറ്റിൽ പറത്തി തങ്ങൾക്കിഷ്ടം പോലെ ജീവിക്കുന്ന ഒരു മണ്ഡലത്തിലേക്കാണ് പ്രവാചകൻ ഇസ്രയേലിനെ കാണുന്നത്. കഴുത തന്റെ യജമാനന്റെ, കാളയും കഴുതയും തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ആകയാൽ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക. ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിയിട്ടാണ് അന്ന് ഉഭയസമ്മതം ഉറപ്പിച്ചത്. അഗ്നിമയമായ പ്രമാണം കൊടുക്കുമ്പോൾ നാം അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ തിരുവെഴുത്ത്, ആവർത്തന പുസ്തകങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ വചനങ്ങളെ ഒക്കെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ആകാശം ഇതിന് സാക്ഷി, ഭൂമി ഇതിന് സാക്ഷി. അഗ്നിമയമായ പ്രമാണം കയ്യിൽ വാങ്ങിയ ഇസ്രയേൽ ജനതയെ ദൈവം അവിടെ വെച്ച് സാക്ഷി നിർത്തി, രണ്ടു കൂട്ടരെ സാക്ഷി നിർത്തി, ആകാശത്തെയും ഭൂമിയെയും. ആകാശമേ, അതുകൊണ്ട് പ്രവാചകൻ പ്രവചിക്കുകയാണ്, വിളിച്ചു പറയുകയാണ്, ആകാശമേ സാക്ഷിയായി നിൽക്കുന്നവരെ കേട്ടുകൊള്ളുവിൻ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ, കണ്ടോ, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ഇന്ന് പകലിൽ, ഈ സന്ധ്യയിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു? നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയല്ലേ? നിങ്ങളുടെ സ്ഥിതി എന്താണ്? നിങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ പ്രവൃത്തികളാൽ ഇരുണ്ടു പോകുന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന വാത്സല്യ സഹോദര, വാത്സല്യ സഹോദരി, ദൈവത്തെ ദൈവമെന്ന് ഒരിക്കൽ അറിഞ്ഞിട്ട് അവനെ ദൈവമെന്നോർത്ത് ഇന്ന് മഹത്വീകരിപ്പാൻ കഴിയാതെ നീ ആയിരിക്കുന്നെങ്കിൽ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, എന്റെ ജനം എന്നെ അറിയുന്നില്ല. അപ്പോൾ ഇസ്രയേലിനെ ദൈവം വിളിച്ചു എന്ന് പ്രവാചകനായ യെശയ്യാവ് പറയുകയാണ്. എങ്ങനെയാണ് ഇസ്രായേലിനെ ദൈവം വിളിച്ചത്? അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ തിരുവെഴുത്തിലേക്ക് വന്നാട്ടെ, ഇസ്രയേലിനെ ദൈവം എങ്ങനെയാണ് വിളിച്ചത്? യെശയ്യാ പ്രവചനം, ദയവായി യെശയ്യാ പ്രവചനത്തിൽ 1-2 വാക്യങ്ങൾ വായിച്ചു എന്ന് സഹായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 41-ാം അധ്യായം, അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിക്കുന്നു. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവം ആകുന്നു. നോക്കുക, ഇവിടെ യെശയ്യാവ് പ്രവചിക്കുകയാണ്. 41-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യെശയ്യാവ് പ്രവചിക്കുകയാണ്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. നിന്നെ ആരായി വിളിച്ചിരിക്കുന്നു? ദാസനായി വിളിച്ചിരിക്കുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന ആ വലിയ സമൂഹത്തെ, ഒരു രാഷ്ട്രത്തെ ദൈവം വിളിച്ചെന്ന് ആരായിരിക്കാൻ? ദാസനായിരിക്കാൻ. എവിടെ നിന്നാണ് വിളിച്ചത്, എപ്പോഴാണ് വിളിച്ചത് എന്നൊക്കെ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്റെ സഹോദരി, ആ വാക്യം വായിച്ചപ്പോൾ നാം ഇങ്ങനെയാണ് കേട്ടത്. ഒരിക്കൽ കൂടി ആ വാക്യം ഞങ്ങൾക്കായി വായിച്ചു തരാമോ? ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ,
നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നുണ്ട്. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും എവിടെ നിന്നെടുത്തു? ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നെടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ള. അപ്പൊ നമ്മെ വിളിച്ചു ചേർത്തിരിക്കുന്നു. ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന്, മൂലകളിൽ നിന്ന്. ആരാണ് ഈ മൂലകൾ ശ്രദ്ധിക്കാറുള്ളത്? ആരും ശ്രദ്ധിക്കത്തില്ല. അറ്റങ്ങൾ ആരാണ് ശ്രദ്ധിക്കാറുള്ളത്? ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ശ്രദ്ധിക്കുന്ന ഒരുവനുണ്ട്. നീ എവിടെ കിടക്കുന്നു, നീ എവിടെ ആയിരിക്കുന്നു എന്ന് നിന്നെ നന്നായി അറിയുന്നവൻ, നന്നായി കാണുന്നവൻ, അവനാണ് നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചത് എന്നിന്ന് പകൽ നീ മറന്നു പോകരുത്. ഈ സന്ധിയിൽ മറക്കാതിരിക്കാതെ ഓർക്കുക. എന്നെ അവൻ വിളിച്ചു. ഞാൻ ഒന്നുമില്ലാതിരിക്കെ, ഞാൻ ശൂന്യമായിരിക്കെ, ആരും എന്നെ അന്വേഷിക്കാതിരിക്കെ, ആർക്കും എന്നെ കാണാൻ വയ്യാതെ ഞാനൊരു മൂലയിൽ കിടക്കുമ്പോൾ, ഒരറ്റത്ത് കിടക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചു. എന്തിനായിട്ടാണ് എന്നെ വിളിച്ചത്? അവിടെ വായിക്കുന്നു, 42-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. വിളിച്ചതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് 5 മുതലുള്ള വാക്യങ്ങളിൽ അവനെ വിളിച്ചതിന്റെ ഉദ്ദേശം പറയുന്നുണ്ട്. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത. അപ്പൊ എന്നെ വിളിച്ച ആളിന്റെ പ്രത്യേകത പറയുകയാണ്. ക്രിസ്തു വിശ്വാസിയായിരിക്കാൻ എനിക്ക് കഴിയുന്ന ഭാഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വെറുതെ ആയതല്ല, ഒരാൾ എന്നെ വിളിച്ച് ഈ പദവി എനിക്ക് തന്നതാണ്. എത്ര അനുഗ്രഹീതമായ ഒരു ചിന്തയാണത്. കർത്താവായ യേശുക്രിസ്തു മഹത്വകരമായ സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ സമാനതകളില്ലാത്ത ഉപമകളിൽ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ഒരു യജമാനൻ, ആ യജമാനൻ തന്റെ കാര്യസ്ഥനെ അയക്കുകയാണ് പൊതുനിരത്തിലേക്ക്. പൊതുനിരത്തിൽ ചെന്നിട്ട് അവിടെ നിൽക്കുന്നവരെ അവന്റെ തോട്ടത്തിൽ ജോലിക്ക് വേണ്ടി വിളിച്ച് ജോലിക്കാക്കുന്നു. 9-ാം മണി നേരം, 6-ാം മണി നേരം, 8-ാം മണി നേരം, ഏത് സമയത്തും അവനെ പോയി വിളിച്ച് കിട്ടുന്നവരെ ജോലി സ്ഥലത്ത് കൊണ്ടുവന്നു. എല്ലാവർക്കും ഒരുപോലെ ന്യായമായത് കൊടുക്കാമെന്ന് പറഞ്ഞാണ് വിളിച്ചത്. ഉപമയിൽ പ്രധാനപ്പെട്ട 2 ചിന്തകളുണ്ട്. ഒന്ന്, ന്യായമായത് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. 2, അലഞ്ഞു നടക്കുന്നവരെ വിളിച്ചു. ആരാലും ശ്രദ്ധിക്കപ്പെടാത്തവരെ വിളിച്ചു. ആർക്കും ഒരു കണ്ണിനും ദയ തോന്നാതെ കിടക്കുന്നവരെ വിളിച്ചു. മിനക്കെട്ട് നടക്കുന്നവരെ വിളിച്ചു. അങ്ങനെയുള്ള ഒരു കൂട്ടം പ്രത്യേകതകൾ അവിടെയുണ്ട്. അവരെ വിളിച്ച് തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? ന്യായമായത് തരാമെന്ന് പറഞ്ഞ്. ആരാ വിളിച്ചത് എന്ന് ശ്രദ്ധിക്കുക. വിളിച്ചവന്റെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. 42-ന്റെ 5-ാമത്തെ വാക്യത്തിൽ എന്നെ വിളിച്ചവന്റെ പ്രത്യേകത പറയുകയാ. ആ വാക്യം എത്ര വായിച്ചാലും കൊതി തീരുകയില്ല. അത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമാണത്. ആ വാക്യം ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി വായിച്ചു തരുമോ? വായിച്ചാട്ടെ. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും. ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ചു, ഭൂമിയും അതിന്റെ ഉൽപ്പന്നങ്ങളെയും പരത്തി, എന്നിട്ട് അതിലെ ജനത്തിന് ശ്വാസത്തെ കൊടുത്തു. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ സൃഷ്ടി വിവരമുണ്ടല്ലോ, അവിടെ ഒന്ന് വായിച്ചു നോക്കണം. അവിടെയാണ് നമ്മൾ ഇത് കാണുന്നത്. ആകാശത്തെ പരത്തി, ഭൂമിയെ അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി. ആ സാങ്കല്പിക അച്ചുതണ്ടിൽ 23.5 ഡിഗ്രി ചരിച്ച് ഭൂമിയെ നിർത്തി. എന്നിട്ട് ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. മനുഷ്യന് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവസാനം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതേ പ്രയോഗമാണ് ഇവിടെ നാം കാണുന്നത്. അതേ ആ ഓർഡർ നമുക്കിവിടെ കാണാൻ കഴിയും.
അപ്പൊ എന്നെ വിളിച്ചപ്പോൾ, ഇതിൽ അന്തർലീനമായിരിക്കുന്ന മഹത്വകരമായ വസ്തുത, എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. ഈ സന്ധിയിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ ദൈവം വിളിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കുക, നിനക്ക് വേണ്ടുന്നത് ഒക്കെ ഒരുക്കി വെച്ചിട്ടാണ് നിനക്ക് ശ്വാസം തന്ന് നിന്നെ ആക്കി വെച്ചത്. എന്ന് വെച്ചാൽ ഈ വിളിയിലേക്ക് നീ വരുമ്പോൾ, ഈ പദവിയിലേക്ക് നീ വരുമ്പോൾ നിനക്ക് വേണ്ടുന്നതൊക്കെ നീ തന്നു. ആ മനുഷ്യനാണ്, ആ വിശ്വാസിയാണ് ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിപിടി ബഹളം ഉണ്ടാക്കുന്നത്. ഇത് നുഴഞ്ഞു വന്ന ചില ദുരുപദേശങ്ങളിൽ സ്ഖലിതമാക്കപ്പെട്ടു, ശൂന്യമാക്കപ്പെട്ടു, വികൃതമാക്കപ്പെട്ടു. അപ്പോൾ വിളിക്കുന്നതിന് മുൻപേ വിളിച്ചവനെ കുറിച്ച് പറയുകയാ, അവൻ ആരാണെന്ന് പറയുകയാ. അവന്റെ നിത്യശക്തിയും അദൃശ്യവുമായ ദിവ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ സകല മനുഷ്യർക്കും തെളിവാകത്തക്കവണ്ണം ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നവനാണ് എന്നെ വിളിച്ചത്. നിത്യശക്തിയും ദിവ്യത്വവും ഉള്ളവനാണ് എന്നെ വിളിച്ചത്. ഈ സന്ധിയിൽ ക്രിസ്തുഭക്തനായിരിക്കാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ചവൻ ആരെന്നുള്ള യഥാബോധം നിങ്ങളുടെ ഉള്ളിൽ ഭരണം നടത്തട്ടെ. അവൻ നിത്യശക്തിയും ദിവ്യത്വവുമുള്ള നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാ, അവൻ ശ്വാസത്തെ പരത്തുകയും ചെയ്തു. എന്നിട്ട് നിന്നെ വിളിച്ചത് എന്തിന്? അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്, ദൈവം പ്രകാരം അരുളി ചെയ്യുന്നു, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും. യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്നെ വിളിച്ചതിനൊരു ലക്ഷ്യമുണ്ട്, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ സിമിലിയർ ആയിട്ട് നാം കാണുന്ന വേദഭാഗം, ഇസ്രായേലിനെ ദൈവം വിളിച്ചിരിക്കുകയാണ്. എന്തിന് ഇസ്രായേലിനെ വിളിച്ചു? ആരാണ് ഇസ്രായേലിനെ വിളിച്ചത്? ഇത്രയും നേരം നമ്മൾ അതാ കണ്ടത്. ഇസ്രായേലിനെ വിളിച്ചത് ദൈവമായ യഹോവ. എവിടെ വെച്ച് വിളിച്ചു? സിനായി ഉഭയസമ്മതത്തിലൂടെ അവരെ വിളിച്ചു. എന്നിട്ട് അവർക്ക് എന്ത് കൊടുത്തു? അവർക്ക് വേണ്ടുന്ന നന്മകളെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് ദൈവം അവരെ വിളിച്ചത്. ഇനി അവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടി, അവരുടെ കർത്തവ്യം എന്താണ്? നീ ഒരു ദാസനായിരിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. എന്താണ് ദാസനായിരിക്കുമ്പോൾ നീ ചെയ്യേണ്ടത്? ഏതിന് ദാസനായിരിക്കണം? നിന്നെ വിളിച്ചിരിക്കുന്നത് എന്റെ മകനായി, എന്റെ പ്രിയ മകനായി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. ഓമന പേർ ചൊല്ലി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്ന മറ്റൊരു അധ്യായത്തിൽ പറയുന്നു. അടുത്ത അധ്യായങ്ങൾ അത് നാം വായിക്കുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ഓമന പേർ ചൊല്ലി വിളിച്ചു. അവന്റെ കൈക്കുമ്പിളിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമായി നിന്നെ ദൈവം വിളിച്ചു. അവന്റെ പൂണിയുടെ അകത്തു മറഞ്ഞിരിക്കുന്ന ഒരമ്പായി ദൈവം നിന്നെ വിളിച്ചു. അവന്റെ കൈയുടെ ചിറകിനടിയിൽ മറച്ച് നിന്നെ സൂക്ഷിച്ച് അവന്റെ വചനത്തെ നിന്റെ വായിൽ തന്ന് നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഇത്രയ്ക്ക് ശ്രേഷ്ഠമായ വിളിയാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തു വിളിച്ചത്. എന്തായിരിക്കാൻ? ദൈവത്തിന് ദാസനായിരിക്കാൻ. ദൈവത്തിന് ദാസനായിരിക്കാൻ അവനെ വിളിച്ചു. അപ്പൊ അതിനൊരു സിമിലാരിറ്റി ഇവിടെ കാണുകയാണ്. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ എന്താണ്? പുതിയ നിയമത്തിലെ വിശ്വാസ സമൂഹത്തെ, വിശ്വാസ വീരന്മാരെ ദൈവം വിളിച്ചിരിക്കുന്നു. എന്തിന്? ദാസനായിരിക്കാൻ. എന്താണ് അവന്റെ ദൗത്യം? എപ്പോഴാണ് അവനെ വിളിച്ചത്? എങ്ങനെയാണ് അവനെ വിളിച്ചത്? 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ദയവായി ഒന്ന് നോക്കിയാട്ടെ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പൊ നമ്മളെ രക്ഷയ്ക്കായി ദൈവം വിളിച്ചു. നമ്മളെ രക്ഷയ്ക്കായി ദൈവം വിളിച്ചു. ആ രക്ഷയിൽ അന്തർലീനമായിരിക്കുന്ന മഹത്വമേറിയ പദവിയാണ് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്നുള്ളത്.
അപ്പൊ രക്ഷയ്ക്കായി ദൈവം എന്നെ വിളിച്ചു. എന്തിന്? അവന്റെ മഹത്വം പ്രാപിപ്പാൻ. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നാം ഇത് ഇന്നതാകുമെന്ന് ഇതുവരെ നമുക്കറിയത്തില്ല. എന്നാൽ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞു യോഹന്നാൻ പറയുന്നൊരു വാക്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, കണ്മീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാമുമാകുന്നു. നാം ദൈവത്തിന്റെ മക്കളാകുന്നു. നമ്മെ വിളിച്ചു, അങ്ങനെ നമ്മൾ മക്കളായി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത്, നാം ഇതുവരെ എന്താകുമെന്നറിഞ്ഞിട്ടില്ല, എന്നാൽ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശന്മാരായി തീരും. നാം ആരോട് സദൃശന്മാരായി തീരും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം സദൃശന്മാരായി തീരും. ഒന്നാമത്തെ ആദാമിനോട് സദൃശനായി തീരുമെന്നല്ല, ഒടുക്കത്തെ ആദാമിനോട് സദൃശനായി തീരും. ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിനോട് നമ്മൾ സദൃശന്മാരായി തീരും. അതിന് മറ്റൊരു പ്രയോഗമാണ് ഇവിടെ 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന് 14-ാം വാക്യത്തിൽ നാം വായിച്ചത്. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നാം. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നാം സുവിശേഷം മുഖേന വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ്. എന്നെ എങ്ങനെ വിളിച്ചു? സുവിശേഷത്താൽ വിളിച്ചു. എന്താണ് സുവിശേഷം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ തിരുവെഴുത്തിലെ ഒരു വാക്യം വായിച്ച കാര്യം ഞാൻ വിശദീകരിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. 2 തീമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു, നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട്, ഈ വിളിക്ക് പുതിയ നിയമം പല adjectives, പല വിശേഷണ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. So many adjective words used for this calling. ധാരാളം വിശേഷണ പദങ്ങൾ ഈ വിളിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. ഫിലിപ്പിയ ലേഖനത്തില്, എബ്രായ ലേഖനത്തില്, 1 പത്രോസ് ലേഖനത്തിലൊക്കെ ആ വിളിയുടെ വിശേഷതകളെ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴാണ് വിളിച്ചത് എന്നിവിടെയാണ് പറയുന്നത്. സുവിശേഷത്താലാണ് നമ്മളെ വിളിച്ചത് എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നാം കണ്ടു. അപ്പൊ സുവിശേഷത്താൽ നമ്മെ വിളിച്ചപ്പോൾ നമ്മുടെ പക്കൽ പകരപ്പെട്ടിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട്, ചില അനുഗ്രഹങ്ങളുണ്ട്, ചില നന്മകളുണ്ട്. നോക്കിയേ, ഈ വാക്യങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് മൂലകളിൽ നിന്ന്, അറ്റങ്ങളിൽ നിന്ന്, ഭൂമിയുടെ കോണുകളിൽ നിന്നാണ് അവരെ ദൈവം തിരഞ്ഞെടുത്തത്. അതുപോലെയാണ് നമ്മളെയും. ഒരു കണ്ണിനും ദയ തോന്നാതെ കിടന്ന നമ്മെ, ആരാലും ആദരിക്കപ്പെടാതെ കിടന്ന നമ്മെ, ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന നമ്മെ, ഒരു വിലയും സ്ഥാനവും ഇല്ലാതിരുന്ന നമ്മെ അവൻ തിരഞ്ഞെടുത്തെന്ന്. എപ്പോൾ തിരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തു. അവനിൽ കൂടെ നമ്മെ തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇവിടെ പറയുക, സകലകാലത്തിനും മുൻപേ ക്രിസ്തേശുവിൽ നമുക്ക് നൽകിയിരുന്നതും ഇപ്പോൾ മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ രക്ഷതയാൽ വിളിക്കപ്പെട്ടിരിക്കുന്നവരുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം കണ്ടോ, നമ്മെ വിളിച്ചു സുവിശേഷ നിമിത്തം. സുവിശേഷത്താൽ നമ്മെ വിളിച്ചു. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിച്ചു, സുവിശേഷ ഘോഷണത്താൽ അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്.
അവന്റെ മഹത്വം പ്രാപിക്കുക എന്ന് പറയുന്നതിന്റെ വിശദീകരണമാണ് 2 തീമോഥെയോസ് ലേഖനം ഇപ്പോൾ നാം വായിച്ച വാക്യം. 1:11-12 വാക്യങ്ങളിൽ നാം വായിച്ചു. 1:9-10 വാക്യങ്ങളിൽ നാം അത് വായിച്ചു. ഇപ്പോൾ മരണം നീക്കുക, ജീവനും അക്ഷതയും. സുവിശേഷം കൊണ്ട് നമുക്ക് ലഭിച്ചത് എന്താ? ജീവനും അക്ഷതയും. ഇന്ന് രാത്രിയും ഈ സന്ധ്യയിലും യേശു നിങ്ങളെ വിളിക്കുന്നു. ദൈവം നിങ്ങളെ വിളിക്കുന്നു. എന്തിന്? ജീവനും അക്ഷയതയും പ്രാപിപ്പാൻ. എന്താണ് ജീവൻ? നിത്യജീവൻ. അക്ഷയത എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമുള്ളതാണ്. താൻ മാത്രം അമർത്യനും അക്ഷയനുമായ ദൈവം, താൻ മാത്രമാണ് അമർത്യതയുള്ളവൻ, മരണമില്ലാത്തവൻ. എന്നാൽ നമുക്ക് തന്റെ മരണം നമ്മുടെ മരണം നീക്കി നമുക്ക് അമർത്യത നൽകി തന്നു, നിത്യത നമുക്ക് നൽകി തന്നു. നാം അമർത്യരായി മാറി, നാം അക്ഷയരായി മാറി, ക്ഷയമില്ലാത്തവരായി മാറി. നമ്മെ വിളിച്ചപ്പോൾ എന്തു പറഞ്ഞാണ് നമ്മെ വിളിച്ചത്? ആ വാക്യം വായിച്ച് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. വിളിച്ചപ്പോൾ എന്തു പറഞ്ഞാണ് ദൈവം നമ്മെ വിളിച്ചത്? 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന് 3-4 വാക്യങ്ങളിൽ നമ്മെ വിളിച്ചപ്പോൾ എന്തെല്ലാം പദവികൾ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയാണ് നമ്മെ വിളിച്ചത് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. നോക്കിയാട്ടെ ആ വാക്യം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ. കണ്ടോ, അവൻ വിളിച്ചത് എങ്ങനെയാ? തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചു. ഈ സന്ധിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര, നിങ്ങളെ ദൈവം വിളിക്കുന്നു. അവൻ എങ്ങനെയാണ് നിങ്ങളെ വിളിക്കുന്നത്? തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിക്കുകയാണ്. ഈ വൈകുന്നേരത്തും നിങ്ങളെ ദൈവം വിളിക്കുന്നു. രക്ഷയുടെ സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ വന്നടിയുകയാണ്. യേശു നിങ്ങളെ വിളിക്കുകയാണ്. നിത്യജീവൻ പ്രാപിപ്പാൻ, അവന് ദാസനായിരിക്കാൻ, ദൈവകരുണയുടെ മഹത്വം അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ആ വിളിയുടെ പ്രത്യേകത കണ്ടോ? അടുത്ത വാക്യത്തിൽ വിശദീകരിക്കുകയാണ് എന്തൊക്കെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് വിളിയാൻ. പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അടുത്ത വാക്യം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ, നിങ്ങളുടെ ജീവന് വേണ്ടുന്നതൊക്കെയും നിങ്ങളുടെ ഭക്തിക്ക് വേണ്ടുന്നതൊക്കെയും അനുദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളും നിങ്ങളുടെ ആത്മീക മണ്ഡലത്തിലെ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള സകലതും തരാമെന്ന് പറഞ്ഞാണ് അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവിടേക്കാണ് യൂദാ വന്നിട്ട് വിളിച്ചു പറയുന്നത്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അത് നമ്മുടെ ഒരു ശ്രേഷ്ഠമേറിയ പദവിയാണ്. ഈ സന്ധിയിൽ ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളായിരിക്കുന്ന ഈ പരിതസ്ഥിതിയിൽ സ്വർഗത്തിലെ ദൈവം ഈ വചനം നിങ്ങളോട് അരുളി ചെയ്യുകയാ. ആ വാക്യം ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അതിവിടെ വായിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി അതൊരിക്കൽ കൂടി വായിക്കുകയാണ്. അവന്റെ വിശുദ്ധ വിളിയാൽ നമുക്ക് ലഭിച്ചത് എന്താ? ജീവനും ഭക്തിക്കും വേണ്ടുന്നത്. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണമേ. അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവന്റെ ദിവ്യശക്തി, അനുപമമായ ദൈവശക്തി. സുഹൃത്തെ, വേദനയിൽ കഴിയുന്ന സഹോദര, ദുഃഖത്തിലായിരിക്കുന്ന സഹോദരി, ഞങ്ങൾക്ക് നിങ്ങളോട് ഓർപ്പിപ്പാനുള്ളത്, അതെ, യേശുവിന്റെ ആ ദിവ്യ വിളിയിൽ അന്തർലീനമായിരിക്കുന്ന മഹത്വകരമായ ശക്തി ഉണ്ടല്ലോ. ആ ശക്തി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാ നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത്. നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നത്. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുന്ന നിങ്ങളോടും ദൈവം ഈ സന്ധിയിൽ അരുളി ചെയ്യുക, നിങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെന്നാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ആകയാൽ ഭയപ്പെടാതിരിക്കുക. വിശ്വാസത്തിൽ സമ്പന്നരായി ദൈവകൃപയിൽ ധന്യരായി മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. യൂദാ അപ്പോസ്തലൻ നമ്മുടെ പദവിയെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ
പൊസിഷനെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ആ പദവിയെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. സുഹൃത്തെ, സഹോദര, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാകുന്നു. നിങ്ങളുടെ മേലുള്ളത് ഉന്നതമായൊരു വിളിയാകുന്നു. നിങ്ങളുടെ മേലുള്ളത് അത്യന്തം ഉന്നതമായ ഒരു വിളിയാകുന്നു. അതാരാണ് വിളിച്ചത്? സകലത്തെയും സൃഷ്ടിച്ചൊരുക്കി വച്ചിട്ട് മനുഷ്യനെ നിർമ്മിച്ചവൻ എന്ന് വച്ചാൽ നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ഒരുക്കിയിട്ട് അവൻ നിന്നെ വിളിക്കുകയാണ്. സുവിശേഷത്താൽ അവൻ നിങ്ങളെ വിളിക്കുകയാണ്. നിത്യരക്ഷയ്ക്ക് ഓഹരിക്കാരാകാൻ അവൻ നിങ്ങളെ വിളിക്കുകയാണ്. അവന്റെ മഹത്വം പ്രാപിപ്പാൻ അവൻ നിങ്ങളെ വിളിക്കുകയാണ്. എന്നോട് ഒരുമിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ നിങ്ങൾക്ക് നൽകി തരുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി വഹിക്കുവാൻ, നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുവാൻ പോവുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഈ വാത്സല്യ സഹോദരങ്ങളോടായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അവന്റെ വിളി ദിവ്യമാണ്, ഉദാത്തമാണ്, ഉന്നതമാണ്, ശ്രേഷ്ഠമാണ്. അങ്ങനെ വിളിച്ചത് എന്തിന്? ജീവനും ഭക്തിക്കും ഒക്കെ നൽകി തന്ന് ജയത്തോടെ നടത്തുവാൻ. കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ തിരുസവിധത്തോട് വീണ്ടും അടുത്തു വരുന്നു. നീ ഞങ്ങളെ വിളിച്ചു എന്നുള്ള നിന്റെ മഹനീയ പദവിക്കായി, ഞങ്ങൾക്ക് ലഭിച്ച മഹനീയ പദവിക്കായി ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആ പദവിയിൽ നിലനിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നീ ഞങ്ങളെ വിളിച്ചപ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടുന്നതൊക്കെ ഞങ്ങൾക്ക് നൽകി തന്ന ക്രിസ്തയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചതിനായി ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ വചനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി, ഇനി കേൾപ്പാൻ പോകുന്നവർക്കായി ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വേദനകളുടെ നടുവിൽ, അവരുടെ ദുഃഖങ്ങളുടെ നടുവിൽ, അവരുടെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ അവിടുത്തെ കൃപയുടെ വ്യാപാര ശക്തി അയച്ച് അവരുടെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന നൽകിക്കൊടുത്ത് അവരെ ജയത്തോടെ നിർത്തണമേ എന്ന സന്ധിയിൽ ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആശീർവാദം നിന്റെ ജനത്തിന്റെ മേൽ അവിടുന്ന് പകരണമേ. അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവരുടെ വേദനകളെ മാറ്റണമേ. അവരുടെ ദുഃഖങ്ങളെ പുനീകരിക്കണമേ. അവരുടെ വേദനകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന് അവർ വിമോചിതരായി യഹോവയ്ക്ക് മഹത്വങ്ങൾ അർപ്പിപ്പാൻ അവരെ ശക്തീകരിക്കണമേ. അല്ല, ദുഃഖത്തിന്റെ നടുവിലും വേദനയുടെ നടുവിലും അങ്ങയെ സ്തുതിക്കുന്നവരാക്കി അവരെ തീർക്കണമേ. ഏകാത്മാവിനാൽ, ഏക മനസ്സോടെ അത്യുന്നതിന് വാഴ്വുകൾ അർപ്പിക്കുന്നവരാക്കി നിന്റെ ജനത്തെ അവിടുന്ന് തീർക്കണമേ എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. കർമ്മൽ മിനിസ്ട്രീസിന് വേണ്ടി തിരുമേനിയോട് അപേക്ഷിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളം പകരണമേ. ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ നിന്റെ വചനം പ്രസംഗിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കായും സ്തോത്രം. അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരുടെ മേൽ നിന്റെ ആശീർവാദം പകരണമേ. ഇതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ കുടുംബമായി ഓർക്കുന്നു. ദൈവകൃപ കൊണ്ട് താങ്ങണമേ. അവിടുത്തെ അനുഗ്രഹങ്ങൾ പകരണമെന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും നിന്റെ ആശീർവാദം പകരണം. പുത്രനെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നത് അവിടെ നിന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഇനി നാം ഒരുമിച്ച് ചേരും വരെ എല്ലാവർക്കും വന്ദനം. കർത്താവായ യേശു ക്രിസ്തുവിനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അവന്റെ ഭദ്രമായ കൃപയുടെ ചിറകിനടിയിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. ദൈവകൃപ നിങ്ങളെ ചുറ്റി പരിപാലിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.